നമസ്കാരം. നമ്മൾ LDCയുടെ 2024 നടന്ന LD ക്ലർക്ക് ഓരോ ജില്ലയുടെ ചോദ്യങ്ങൾ ചെയ്തു വരുമായിരുന്നു. ഇന്ന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ LDC ഇടുക്കി, മലപ്പുറം 2 ജില്ലയിലെ ചോദ്യവും അതിൻ്റെ ഉത്തരങ്ങളുമാണ് ഇന്ന് ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക. സ്റ്റേറ്റ്മെന്റ് പറയാം. മന്നത്ത് പത്മനാഭൻ അധ്യക്ഷനും കെ കേളപ്പൻ സെക്രട്ടറിയുമായി ഒരു സത്യാഗ്രഹ കമ്മിറ്റി രൂപീകരിച്ചു. ശരിയാണല്ലോ. ഗാന്ധിജിയുടെ അനുവാദത്തോടെ കെ കേളപ്പൻ 1932 സെപ്റ്റംബർ 22 ക്ഷേത്രനടയിൽ ഉപവാസം ആരംഭിച്ചു. അതും ശരിയാണ്. നെക്സ്റ്റ്, ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1932 ഒക്ടോബർ 2 കേളപ്പൻ ഉപവാസം അവസാനിപ്പിച്ചു. അതും ശരിയാണ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്: പയ്യന്നൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് കേളപ്പന്റെ നേതൃത്വത്തിൽ ഒരു കാൽനട സമര പ്രചാരണ ജാഥ പുറപ്പെട്ടു. ഇങ്ങനെ ഒന്നും നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ ഏതൊക്കെ ശരി? 1, 2, 3 ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഐക്യ കേരള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. 1947 തൃശ്ശൂരിൽ വെച്ച് കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനം നടന്നു. ശരിയാണല്ലോ. 1949 ജൂലൈ 1 നടന്ന തിരുക്കൊച്ചി സംയോജനം ഐക്യ കേരളത്തിന്റെ ആദ്യ പടിയായി കണക്കാക്കപ്പെട്ടു. അതും ശരിയാണ്. നെക്സ്റ്റ്, സർദാർ KM പണിക്കർ അധ്യക്ഷനായി ഒരു സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ രൂപീകൃതമായി. KM പണിക്കർ ആയിരുന്നു അധ്യക്ഷൻ, ഫസൽ അലി അല്ലേ? അപ്പം ഇത് തെറ്റ്. നെക്സ്റ്റ്, 1956 നവംബർ 1 ഐക്യ കേരളം നിലവിൽ വന്നു. അതും ശരിയാണ്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? അപ്പം 1, 2, 4 ശരിയാണ്. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. സ്റ്റേറ്റ്മെന്റ് നോക്കാം. ബ്രിട്ടനെതിരായുള്ള കോളനിക്കാരുടെ ആക്ഷേപത്തിന് പ്രധാന കാരണം മെർക്കന്റിലിസം എന്ന സാമ്പത്തിക സിദ്ധാന്തം ആയിരുന്നു. ശരിയാണല്ലോ. നെക്സ്റ്റ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം നിലവിൽ വന്ന ഭരണഘടനാ പ്രകാരം പ്രഖ്യാപനം ചെയ്ത പ്രധാന മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് മനുഷ്യരെല്ലാം സ്വതന്ത്രരായി ജനിക്കുകയും സ്വതന്ത്രരായ അവകാശങ്ങളിൽ സമന്മാരായി വർത്തിക്കുകയും ചെയ്യുക. ഏതൊരു രാഷ്ട്രീയ വ്യവസ്ഥയുടെയും ലക്ഷ്യം മനുഷ്യന്റെ പ്രകൃതിദത്തമായ അവകാശങ്ങളുടെ സംരക്ഷണമാണ്. ഇങ്ങനെ പറഞ്ഞാൽ ശരിയാണോ? അല്ല. നെക്സ്റ്റ്, 1764 ബ്രിട്ടീഷ് പാർലമെന്റ് പഞ്ചസാര ആക്ട് പാസാക്കി. ഈ നിയമം അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന പഞ്ചസാരയ്ക്ക് മേൽ ഒരു ചുങ്കം ചുമത്തി. ശരിയാണല്ലോ. അതും ശരിയാണ്. ബ്രിട്ടീഷ് ധനകാര്യമന്ത്രിയായിരുന്ന ചാൾസ് ടൗൺഷെൽസ് അമേരിക്കൻ ഇറക്കുമതി ചുങ്ക നിയമം പാസാക്കി. അതും ശരിയാണ്. 1, 3, 4 ശരിയാണ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അഡോൾഫ് ഹിറ്റ്ലറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. സ്റ്റേറ്റ്മെന്റ്സ്: ഹിറ്റ്ലർ രചിച്ച നാസിസത്തിന്റെ സുവിശേഷ ഗ്രന്ഥമാണ് മെയിൻ കാഫ് അഥവാ എന്റെ സമരം. ശരിയാണല്ലോ. അടുത്തത്, 1934 ജർമ്മൻ പ്രസിഡന്റ് ഹിൻഡർബർഗ് അന്തരിച്ചപ്പോൾ ഹിറ്റ്ലർ ചാൻസലർ സ്ഥാനവും പ്രസിഡന്റ് സ്ഥാനവും തന്നിൽ ഏകീകരിച്ച് 3ാം ജർമ്മൻ സാമ്രാജ്യം സ്ഥാപിച്ചു. അതും ശരിയാണ്. ഹിറ്റ്ലർ രൂപീകരിച്ച ഒരു സന്നദ്ധ സേനയായിരുന്നു ബ്ലാക്ക് ഷർട്ട്. ഇത് ശരിയാണോ? അല്ല. ഹിറ്റ്ലർ ചാരവൃത്തിക്ക് വേണ്ടി വിദഗ്ധ പരിശീലനം കൊടുത്തവരായിരുന്നു എലൈറ്റ് ഗാർഡ്. അതും ശരിയാണ്. അപ്പോൾ ഏതൊക്കെ ശരി? 1 ശരിയാ, 2 ശരിയാ, 4 ശരിയാ. ഓപ്ഷൻ ബി. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ശരിയായ ഉത്തരം കണ്ടെത്തുക. ഗാന്ധിയുടെ ആദ്യകാല സമരങ്ങൾ ഏതൊക്കെയായിരുന്നു? ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ, അഹമ്മദാബാദ്, മിൽസാൻ, അതൊക്കെയല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത്? ബർദോളി വരത്തില്ല. ഓപ്ഷൻ എ.
ചമ്പാരനും ഖേദി അഹമ്മദാബാദും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 77ാം കാൻ ഫിലിം ഫെസ്റ്റിവലിനെ അടിസ്ഥാനമാക്കി താഴെ തന്നിരിക്കുന്നവയുടെ കൂട്ടത്തിൽ നിന്നും ശരിയായവ തിരഞ്ഞെടുത്ത് എഴുതുക. മികച്ച നടൻ, നടി, ജൂറി പ്രൈസ്, മികച്ച സംവിധായകൻ. ഇതൊക്കെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ് തന്നിരിക്കുന്ന ഓപ്ഷൻസ്? 4ഉം ശരിയായിട്ടുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ ഡി എല്ലാം ശരി. നെക്സ്റ്റ്, ഹരിതഗൃഹവാതകങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ടുള്ള ആഗോള ശ്രമങ്ങളിൽ ഏറ്റവും പ്രധാനമായ പ്രോട്ടോകോൾ ഏതാണ്? ക്യോട്ടോ പ്രോട്ടോകോളാണ് ഹരിതഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കുന്നതിനുള്ള പ്രോട്ടോകോൾ. ഓപ്ഷൻ സി. ആനർ ഗിർന ഏത് നദിയുടെ പ്രധാന പോഷക നദികളാണ്? ഏതിൻ്റെയാണ്? താപ്തിയുടെ പോഷക നദിയാണ്. ഓപ്ഷൻ ഡി താപ്തി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് ശാല ഇന്ത്യയിൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ് ആൻസർ? ദുർഗ് കേട്ടോ. ഏത് സ്ഥലത്താണെന്നാണ് ചോദിച്ചേക്കുന്നത്? ദുർഗ്. വർഷം കൂടെ നോക്കണം, 1959. നെക്സ്റ്റ്, രാത്രികാലങ്ങളിൽ പർവ്വത പ്രദേശങ്ങളിൽ നിന്നും താഴ്വാരത്തേക്ക് വീശുന്ന കാറ്റിൻ്റെ പേര്? പർവ്വതത്തിൽ നിന്ന് വീശുന്ന കാറ്റാവുമ്പോൾ പർവ്വതക്കാറ്റ്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ധരാതലീയ ഭൂപടങ്ങളിൽ വടക്ക് തെക്ക് ദിശയിൽ വരച്ചിട്ടുള്ള രേഖകളെ വിളിക്കുന്ന പേരാണ് ഈസ്റ്റിങ്സ്. ഓപ്ഷൻ എ ഈസ്റ്റിങ്സ്. നെക്സ്റ്റ്, കർണാടകയിലെ ആദിചുഞ്ചനഗിരി പക്ഷി സങ്കേതം ഏത് പക്ഷിയുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? മയിലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ ബി. താഴെ പറയുന്നവയിൽ ഇന്ത്യയിൽ നിലനിന്ന ഭൂ ഉടമ സമ്പ്രദായം ഏതൊക്കെയാണ്? സെമീന്ദാരിയുണ്ട്, റൈറ്റ് വാലിയുണ്ട്, ഫ്യൂഡൽ സമ്പ്രദായമുണ്ട്, മഹൽവാരിയുണ്ട്. ഏതാണ് ശരി? ഇത് എല്ലാം ഇന്ത്യയിൽ നിലനിന്ന ഭൂ ഉടമ സമ്പ്രദായമാണ്. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. നെക്സ്റ്റ്, ഒരു ദ്വിമേഖല അതായത് 2 സെക്ടർ സമ്പദ് വ്യവസ്ഥയിൽ ഉൾപ്പെടുന്ന മേഖലകളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. ഏതൊക്കെയാണ്? കുടുംബങ്ങളും സംരംഭങ്ങളുമാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്ന സേവനം? തൃതീയ മേഖല എന്ന് പറയുമ്പോൾ വാർത്താവിനിമയമാണ് തന്നിരിക്കുന്നവയിലുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇനി 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിരിക്കുന്നുണ്ട്. താഴെ 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ഒരെണ്ണം ദൃഢപ്രസ്താവനയാണ്, അസേർഷൻ എയും, മറ്റൊന്ന് കാരണം റീസൺ 6ഉമാണ്. അപ്പോൾ ഏതെന്ന് നോക്കാം. അസേർഷൻ എന്ന് പറയുന്നത് 2ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന വ്യവസായങ്ങളുള്ള പൊതുമേഖലാ നിക്ഷേപത്തിന് ഊന്നൽ കൊടുത്തു. അതിൻ്റെ കാരണം റീസൺ എന്ന് പറയുന്നത് ഇന്ത്യയിലെ സ്വകാര്യ മേഖല ദുർബലവും വൻകിട നിക്ഷേപം നടത്തുന്നതിനോ നിക്ഷേപ സമാഹരണം നടത്തുന്നതിനോ ഉള്ള ശേഷിയും പ്രാപ്തിയും ഉള്ളതായിരുന്നില്ല. മുകളിൽ പറഞ്ഞ പ്രസ്താവനകളുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും ഉചിതമായ ഉത്തരം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ എയും 6ഉം ശരിയാണ്. കൂടാതെ 6 എന്ന് പറയുന്നത് കൃത്യമായ വിശദീകരണമാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൃത്യമായ വിശദീകരണമാണ് സെക്കൻഡ് തന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. തന്നിരിക്കുന്നത് പ്രധാനമന്ത്രി ജൻധൻ യോജന, പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന, രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ, PM ഗ്രാം സഡക് യോജന. പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? സാർവത്രിക ബാങ്കിങ് സേവനമാണ് പ്രധാനമന്ത്രി ജൻധൻ യോജന എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്രസ്വകാല തൊഴിൽ പരിശീലനമാണ് പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന എന്ന് പറയുന്നത്. ഇനി രാഷ്ട്രീയ ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന് പറയുന്നത് എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഗ്രാമസ്വരാജ് അഭിയാൻ എന്ന് പറയുന്നത്. അടുത്തത് PM ഗ്രാം സഡക് യോജന എന്ന് പറയുന്നത് എന്താണ്? ഗ്രാം സഡക് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഗ്രാമീണ റോഡുകളുടെ വികസനം. അപ്പോൾ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി. നെക്സ്റ്റ്, ഇന്ത്യ ഗവൺമെൻറ് അടുത്ത കാലത്തായി ചെറുധാന്യങ്ങൾ അതായത് മില്ലറ്റ് രാജ്യവ്യാപകമായ കൃഷി ചെയ്യുന്നതിനായി വലിയ പ്രോത്സാഹനം നൽകുന്നുണ്ട്. കൂടാതെ മില്ലറ്റ്സ് പോഷക സമ്പത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നു.
ഇന്ത്യയിലെ മില്ലറ്റ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് സംസ്ഥാനമാണ്? എവിടെയാണ് ഏറ്റവും കൂടുതൽ മില്ലറ്റ്സ് ഉൽപ്പാദിപ്പിക്കുന്നത്? രാജസ്ഥാനിലാണ്. ഓപ്ഷൻ ഡി, രാജസ്ഥാൻ. നെക്സ്റ്റ്, PM സൂര്യഘർ മുഫ്തി ബിജ്ലി യോജന പദ്ധതിയുമായി അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതാണ് അനുയോജ്യം അല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഇന്ത്യയിലെ കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ വൈദ്യുതി ലഭിക്കാൻ തുടങ്ങിയ പദ്ധതിയാണ്. നെക്സ്റ്റ്, ഈ പദ്ധതി പ്രകാരം വീടുകളിലെ മുകളിൽ സോളാർ പാനൽ വയ്ക്കാൻ സബ്സിഡി നൽകുന്നു. ശരിയാണ്. പദ്ധതി പ്രകാരം 1 കോടി കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിയാണ്. സോളാർ പാനൽ സ്ഥാപിക്കുന്നതിൻ്റെ മുഴുവൻ ചെലവും ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. ഇല്ല, സബ്സിഡിയെ ലഭിക്കുന്നുള്ളൂ, മുഴുവൻ ചെലവും ലഭിക്കുന്നില്ല. അപ്പോൾ ഓപ്ഷൻ ഡി അതാണ് തെറ്റായിട്ടുള്ളത്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന് ആധാരമായി മാറിയ ലക്ഷ്യപ്രമേയത്തിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന താഴെ പറയുന്നവയിൽ ഏതാണ്? ലക്ഷ്യപ്രമേയം നെഹ്റുവും അംബേദ്കറും കൂടി അവതരിപ്പിച്ചു. ആണോ? അല്ല, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നെഹ്റു ആണ്. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിച്ചു. അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലും ഇത് അവതരിപ്പിച്ചിട്ടില്ല. നെഹ്റു ആണ് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത്. അത് ശരി. ലക്ഷ്യപ്രമേയം 1947 ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ പാസ്സാക്കപ്പെട്ടു. അതും ശരിയാണ്. ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 3ഉം 4ഉം മാത്രമേ ശരിയായിട്ടുള്ളൂ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് 8 പ്രധാന കമ്മിറ്റികൾ രൂപീകരിക്കപ്പെട്ടു. താഴെ പറയുന്നവയിൽ അത്തരം കമ്മിറ്റികളുടെ അധ്യക്ഷന്മാർ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളതെന്ന് എഴുതാനാട്ടോ. യൂണിയൻ പവേഴ്സ് കമ്മിറ്റി നെഹ്റു, അത് ശരിയായിരുന്നേ. യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി നെഹ്റു, അതും ശരിയായിരുന്നു. പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അംബേദ്കർ, ഇത് ശരിയാണോ? അല്ല. റൂൾ ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതും ശരിയാണ്. 1ഉം 2ഉം 4ഉം ആണ് ശരിയായിട്ടുള്ളത്. ഓപ്ഷൻ ഡി. ഇന്ത്യൻ പൗരത്വത്തെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 2 ആർട്ടിക്കിൾ 5 മുതൽ 11 വരെയുള്ള ഭാഗങ്ങളിൽ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പറയുന്നു. ശരിയാണ്. 1955 പൗരത്വ നിയമം അനുസരിച്ച് 4 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഇത് ശരിയല്ല. 1955 പൗരത്വ നിയമം അനുസരിച്ച് 3 രീതിയിൽ പൗരത്വം നഷ്ടപ്പെടാം. ഇത് ശരിയാണ്. 1955 നിയമം അനുസരിച്ച് രജിസ്ട്രേഷൻ വഴി 3 രീതിയിൽ മാത്രം പൗരത്വം നേടാം. അല്ല. ശരിയായിട്ടുള്ള ഏതൊക്കെയാണ്? 1ഉം ശരിയാണ്, 3ഉം ശരിയാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന വിവിധ പ്രസ്താവനകളിൽ ഏറ്റവും ശരിയായത് ഏതാണ്? ഈ ക്വസ്റ്റ്യന് ആൻസർ ഇല്ല കേട്ടോ. ആൻസർ ഇല്ലെന്ന് വെച്ചാൽ നമ്മൾ പറയുന്നത് PSCയുടെ ഫൈനൽ ആൻസർ കീ വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 42ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഇവയിൽ ഏതാണ്? ഫസ്റ്റ് വൺ, പാർട്ട് 4A ഭരണഘടനയോട് കൂടി കൂട്ടിച്ചേർത്തു. ശരിയാണ്. ലോക്സഭയുടെ കാലാവധി നീട്ടി. ശരിയാണ്. 7ാം പട്ടികയിൽ നിന്ന് സംസ്ഥാന വിഷയങ്ങളിൽ ഉൾപ്പെട്ടിരുന്ന 10 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റി. ഇത് ശരിയല്ല. മിനി ഭരണഘടന എന്ന് വിളിക്കുന്നില്ല എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് തെറ്റാണ്. 1ഉം 2ഉമാണ് ശരി. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ പെട്രോളിയം പ്രകൃതിവാതക വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ആരാണ്? കറണ്ട് അഫയേഴ്സ് ആണ്. ഹർദീപ് സിംഗ് പുരിയാണ്. ശ്രീ ഹർദീപ് സിംഗ് പുരിയാണ് ആൻസർ. ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷി BJP ആയിരുന്നു. ലോക്സഭയിലേക്ക് നടന്ന ഈ തെരഞ്ഞെടുപ്പ് എത്രാമത്തെ തെരഞ്ഞെടുപ്പ് ആയിരുന്നു? ലോക്സഭയിലേക്ക് നടന്ന 18ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 18ാമത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പായിരുന്നു. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, കേരള സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ ആരംഭിച്ച നൂതന പദ്ധതിയാണ് വയോമിത്രം.
ഒത്തിരി പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ് വയോമിത്രം. ഓപ്ഷൻ ഡി. താഴെ പറയുന്നവയിൽ സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതാണ്? സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. ഭരണഘടനയുടെയും പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെയും അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായത് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. സംസ്ഥാന ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിലവിൽ വന്നത്. ശരിയാണോ? അല്ല. ശരിയായിട്ടുള്ളത് 1ഉം 2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ ബി. സംസ്ഥാനത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സൗരോർജ്ജ വിമാനത്താവളം എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് വിമാനത്താവളമാണ്? നമുക്കറിയാം, കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളമാണ് ആദ്യത്തെ സൗരോർജ്ജ വിമാനത്താവളം. നെക്സ്റ്റ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഒരു സാമ്പത്തിക വർഷം എത്ര തൊഴിൽ ദിനങ്ങൾ ഉറപ്പ് നൽകുന്നു? എത്ര തൊഴിൽ ദിനങ്ങളാണ്? 100. സാധാരണഗതിയിൽ അതിൻ്റെ ഓരോ സ്റ്റേറ്റിലെയും വരുമാനം, അതായത് ഒരു ദിവസത്തെ കൂലി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇന്നിപ്പം എത്ര ദിവസം ഉറപ്പ് നൽകുന്നതാണ് ചോദിച്ചത്? 100 ദിവസമാണ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ശുചിത്വ മാലിന്യ സംസ്കരണം, ജലവിഭവ സംരക്ഷണം, കാർഷിക മേഖലയുടെ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതിന് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഹരിത കേരളം മിഷന്റെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? KJ യേശുദാസ്. ഓപ്ഷൻ സി. നെക്സ്റ്റ്, 2024 പ്രഖ്യാപിച്ച 70ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകളിൽ മികച്ച ഫീച്ചർ ഫിലിമായി തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ആട്ടം. ഓപ്ഷൻ എ. സംസ്ഥാനങ്ങളിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, മനുഷ്യ ഹൃദയത്തെ പൊതിഞ്ഞു കാണുന്ന ഇരട്ട സ്ഥലമുള്ള ആവരണമാണ് പെരികാർഡിയം. ഓപ്ഷൻ എ. നിപ്പ അസുഖം ഉണ്ടാക്കുന്ന രോഗം ഏതാണ്? നിപ്പ വൈറസ് ആണ്. ഓപ്ഷൻ എ ആണ്. ഹരിതഗൃഹവാതകത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, മീഥേൻ ആണോ, നൈട്രസ് ഓക്സൈഡ് ആണോ, ഓക്സിജൻ ആണോ? ഏതാണ് ഹരിതഗൃഹവാതകം അല്ലാത്തത്? ഓക്സിജൻ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? താലോലം. ഓപ്ഷൻ സി. അമ്മത്തൊട്ടിലും കാരുണ്യയും ശിശുക്ഷേമ സമിതിയൊന്നുമല്ല, താലോലമാണ്. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? വ്യായാമക്കുറവാണ്, അമിത ഭക്ഷണം. 2 കാര്യമായിട്ട്. പരമ്പരാഗതമായിട്ടല്ല ജീവിതശൈലി രോഗം ഉണ്ടാകുന്നത്, സാംക്രമികമായിട്ടും അല്ല ഉണ്ടാകുന്നത്. വ്യായാമക്കുറവും അതുപോലെ അമിത ഭക്ഷണവും കാരണമാണ് ജീവിതശൈലി രോഗം ഉണ്ടാകുന്നത്. ഓപ്ഷൻ ഡി 1ഉം 4ഉം. നെക്സ്റ്റ്, ശ്വേതരക്താണുക്കളിൽ ഉൾപ്പെടാത്തത് ഏത്? ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ത്രോംബോസൈറ്റ്. ഏതാണ്? ത്രോംബോസൈറ്റ് ആണ് ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, DNA നൈട്രോജനസ് ബേസുകളിൽ ഉൾപ്പെടാത്തത് ഏത്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, യുറാസിൻ. ഏതാണ്? യുറാസിൻ ആണ്. നെക്സ്റ്റ്, നിശാന്തതയ്ക്ക് കാരണം ഏത് ജീവകത്തിൻ്റെ അഭാവമാണ്? വിറ്റാമിൻ എ ആണ് കണ്ണിൻ്റെ ആരോഗ്യത്തിന്. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് അഥവാ നിശാന്തത. ആൻസർ ഓപ്ഷൻ എ. സൗരചൂളയിൽ ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാണ്? കോൺകേവ് ദർപ്പണമാണ് സൗരചൂളയിൽ ഉപയോഗിക്കുന്നത്. സോളാർ കുക്കർ, കോൺകേവ് ദർപ്പണം. നെക്സ്റ്റ്, ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ചലനത്തിന് കാരണം ഡാഷ് ആണ്. ഭൂമിക്ക് ചുറ്റും ചന്ദ്രന്റെ അഭികേന്ദ്രബലമാണോ അപകേന്ദ്രബലമാണോ? അഭികേന്ദ്രബലം. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ശബ്ദ തീവ്രത അളക്കാനുള്ള യൂണിറ്റ് ആണ് ശബ്ദത്തിന്റെ തീവ്രത ഡെസിബൽ. ഓപ്ഷൻ സി. നെക്സ്റ്റ്, ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി ഇറങ്ങിയ രാജ്യം. ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് ഇന്ത്യയാണ്. ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയത്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ്,
2023 ഭൗതിക ശാസ്ത്ര നൊബേൽ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി ആര്? 4 ഓപ്ഷൻ ഉണ്ട്. ഭൗതിക ശാസ്ത്രത്തിന് 3 പേർക്ക് കിട്ടിയല്ലോ. അപ്പൊ അതല്ലാത്ത ഒരാളെ ഉള്ള ആരാണ്? ക്ലോഡിയ ഗോൾഡി, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, അക്വാ റീജിയെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്താണ്? സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവാണോ, മഞ്ഞ നിറമുള്ള ദ്രാവകമായതുകൊണ്ടാണോ, രാജകീയ ആസിഡ് അതിൽ അടങ്ങിയിരിക്കുന്നത് കൊണ്ടാണോ, അതിൽ അടങ്ങിയിരിക്കുന്ന ആസിഡിന്റെ അനുപാതം 3:1? എന്തുകൊണ്ടാണ് അക്വാ റീജിയെ രാജകീയ ദ്രവം എന്ന് വിളിക്കുന്നത്? കുലീനലോഹങ്ങളായ സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവ ലയിക്കുന്നത് അക്വാ റീജിയയിൽ മാത്രമാണ്. അതുകൊണ്ടാണ് അതിനെ രാജകീയ വെള്ളം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതാണ് ആൻസർ? സ്വർണം ലയിപ്പിക്കാനുള്ള കഴിവുള്ളത് അക്വാ റീജിയയ്ക്കാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന മൂലകങ്ങളിൽ അലോഹങ്ങളെ തിരിച്ചറിയുക. അലോഹങ്ങൾ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത്? കാർബണും നൈട്രജനും, ഓപ്ഷൻ ബി. നെക്സ്റ്റ്, തൈരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ്. പാലിലും തൈരിലും ഒക്കെ ലാക്റ്റിക് ആസിഡാണ് തൈരിൽ അടങ്ങിയിട്ടുള്ളത്. ഏറ്റവും ശക്തമായ ഇലക്ട്രോണിക് ഘടകം. ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, ഇരുമ്പ് ലോഹങ്ങളിൽ നിന്നും വൈദ്യുതി ലഭിക്കുന്ന മാന്ത്രിക ശക്തി, ഇവയുമായി ബന്ധപ്പെട്ട പദാർത്ഥം. ഈ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആട്ടോ. ഇത് രണ്ടും PSC ഫൈനൽ കീയിൽ ഡിലീറ്റഡ് ആണ്. നെക്സ്റ്റ്, മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥമായ സംക്ഷേപ വേദാന്തം ആരുടെ രചനയാണ്? സംക്ഷേപ വേദാന്തം ആരുടെയാണ്? ഫാദർ ക്ലെമന്റ് പിയാനിയസിൻ്റെയാണ് സംക്ഷേപ വേദാന്തം. നാടകരംഗത്ത് പുതുതായി അവബോധം സൃഷ്ടിച്ച നാടകകൃത്ത് CJ തോമസിൻ്റെ നാടകങ്ങൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചാൽ അവൻ വീണ്ടും വരുന്നു ഉണ്ട്, 1128 ക്രൈം 27. ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ നാടകങ്ങൾ. മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗാർഹിക വാസ്തുവിദ്യയുമായി ബന്ധപ്പെട്ടാണ് മനുഷ്യാലയ ചന്ദ്രിക എന്ന ഗ്രന്ഥം. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്നവയിൽ കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഏതൊക്കെയാണ്? കഥകളിക്ക് ഉപയോഗിക്കുന്ന ചെണ്ട, ചേങ്ങില, ഇലത്താളം, ശുദ്ധ മദ്ദളം, ഇതൊക്കെയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കൃതികൾ ഏതെല്ലാമാണ്? 2 കൃതിക്കാണ് ലഭിച്ചത്. സമ്പർക്ക ക്രാന്തിക്കും അതുപോലെ തന്നെ മുഴക്കം, ഈ 2 കൃതികൾക്കാണ് 2022 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. ഇനി 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കുന്ന സ്ഥലം ഏതാണ്? ലോസ് ഏഞ്ചൽസ് ആണ്. 2028 ചോദിച്ചേക്കുന്നത്. 28 സമ്മർ ഒളിമ്പിക്സ് ലോസ് ഏഞ്ചൽസ്, ഓപ്ഷൻ ഡി. നെക്സ്റ്റ്, താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുക. സ്റ്റേറ്റ്മെൻറ്റ്സ് നോക്കാം. 2023 ദേശീയ ഗെയിംസിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പിനായുള്ള രാജാ ഫലേന്ദ്ര സിംഗ് ട്രോഫി മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത്. 2023 ദേശീയ ഗെയിംസിന് വേദിയായത് ഗോവയിലാണ്. വേദി ഒരുങ്ങിയത് ഗോവയിലാണ്. 2023 ദേശീയ ഗെയിംസിൽ നീന്തലിൽ കേരളത്തിലെ താരം സാജൻ പ്രകാശ് സ്വർണം നേടി. ഇത് ശരിയോ തെറ്റോ? 1, 2, 3 ശരിയാട്ടോ, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 59. ഇനി പറയുന്നവയിൽ ഏതാണ് ശരി? അയച്ചതും എന്നാൽ ഡെലിവർ ചെയ്യാത്തതുമായ ഇമെയിലുകളാണ് ഡ്രാഫ്റ്റുകൾ. അയച്ചതിനെ ഡ്രാഫ്റ്റ് എന്ന് പറയുമോ? അല്ല. BCC എന്നാൽ ബ്ലൈൻഡ് കാർബൺ കോപ്പി എന്നാണ്. നെക്സ്റ്റ്, ഒരു ഇമെയിലിന് ഡോക്യുമെൻറ്റുകളും ചിത്രങ്ങളും പോലെ ഒന്നിലധികം അറ്റാച്ച്മെൻറ്റുകൾ ഉണ്ടാകാം. 2 ശരിയാണ്, 3 ശരിയാണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് ആൻസർ. മെറ്റാഡേറ്റ, ശീർഷകം, സ്റ്റൈൽ, കോഡ് എന്നിവ കണ്ടെത്താനുള്ള HTML ടാഗാണ് ഹെഡ് ടാഗ്, HED ഹെഡ് ടാഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, IT ആക്ട് 2000 സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ ഏതാണ്? ഏത് വകുപ്പാണെന്നാണ് ചോദിച്ചേക്കുന്നത്. 66F ആണ് സൈബർ ഭീകരതയ്ക്കുള്ള ശിക്ഷ.
ഒരു പ്രോഗ്രാമിൽ ഒരു വേരിയബിളിൻ്റെ ഉപയോഗം എന്താണ്? പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്, വേരി ചെയ്യാൻ പറ്റുന്നതാണ് വേരിയബിൾ. പക്ഷേ ഇതിനകത്ത് ആൻസർ ഇല്ല. ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ എന്നിവ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്. ഏതിൻ്റെയാണ്? മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ വിവിധ പതിപ്പുകളാണ്. ഏതാണ്? പാന്തർ, ജാഗ്വർ, പ്യൂമ, ചീറ്റ. മാക്കിൻ്റെയാണ്. ഓപ്ഷൻ ബി. വിവരാവകാശ നിയമത്തിലെ ഏത് വകുപ്പാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർമാരെ നിയമിക്കുന്നത്? ഏത് വകുപ്പ് പ്രകാരമാണ്? വകുപ്പ് 5(2). നെക്സ്റ്റ്, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൂല്യം ഡാഷിൽ കവിയുന്നില്ലെങ്കിൽ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ പരാതി നൽകാം. എത്ര വരെയാണ് ജില്ലയിൽ? 50 ലക്ഷം വരെ. 50 ലക്ഷം വരെയാണ് ജില്ലയിൽ നൽകുന്നത്. ഓപ്ഷൻ ഡി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ്റെ കാലാവധി. ഈ ക്വസ്റ്റ്യനും PSC ഡിലീറ്റ് ചെയ്തേക്കുവാണേ. നെക്സ്റ്റ്, സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ അധ്യക്ഷൻ ആരാണ്? ഉപഭോക്തൃ കാര്യങ്ങളുടെ ചുമതലയുള്ള മന്ത്രിയാണ് ആൻസർ. ഓപ്ഷൻ ബി. നെക്സ്റ്റ്, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇനി പറയുന്നവയിൽ ഏതാണ് മജിസ്ട്രേറ്റിന് പാസ്സാക്കാൻ കഴിയുക? ഏതാണ്? സംരക്ഷണ ഉത്തരവ് പാസ്സാക്കാൻ പറ്റും, താമസ ഉത്തരവ് പാസ്സാക്കാൻ പറ്റും, കസ്റ്റഡി ഉത്തരവ് പറ്റും. ആൻസർ ഇതെല്ലാം, മുകളിൽ പറഞ്ഞവ എല്ലാം. നെക്സ്റ്റ്, ലോക ഉപഭോക്തൃ അവകാശ ദിനം എല്ലാ വർഷവും ഏത് തീയതിയിലാണ് ആചരിക്കുന്നത്? ഉപഭോക്തൃ അവകാശ ദിനം മാർച്ച് 15 കേട്ടോ. ഓപ്ഷൻ എ. നെക്സ്റ്റ്, ഇന്ത്യയിലെ മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം വർദ്ധിപ്പിക്കുന്നതിന് ഏത് സുപ്രധാന നിയമ നിർമ്മാണമാണ് പാസ്സാക്കിയത്? ഏത് നിയമമാണ്? മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും പരിപാലനവും ക്ഷേമവും. ആ നിയമമാണ് 2007 നിയമമാണ് പാസ്സാക്കിയത്. ഓക്കെ, ഇനി മാത്സ് ആണ്. ആൻസർ പറഞ്ഞു പോകാമേ. 100 രൂപ ചില്ലറയാക്കിയപ്പോൾ 20ൻ്റെയും 10ൻ്റെയും നോട്ടുകളാണ് കിട്ടിയത്. ആകെ 7 നോട്ടുകൾ ഉണ്ടെങ്കിൽ 20ൻ്റെ എത്ര നോട്ടുകൾ ഉണ്ട്? സിമ്പിളായിട്ട് കിട്ടുന്നതാണ്. ആൻസർ 3 ആണ്. 8% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ നിന്ന് സന്ദീപ് 25,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ എത്ര രൂപ കിട്ടും? എങ്ങനെയാണ് 8% വെച്ച്? ആദ്യം 25,000 കാണണം. 25,000ൻ്റെ ആ പലിശയുടെ സെക്കൻഡ് ഇയർ, അതായത് 2ാം വർഷമാകുമ്പോൾ 25,000ൻ്റെയും കാണണം, 25,000ൻ്റെ പലിശയുടെയും കാണണം. എന്നിട്ട് അതെല്ലാം കൂടെ കൂട്ടുമ്പോഴത്തേക്ക് 29,160 കിട്ടും. ഓപ്ഷൻ സി. ഒരു ചതുരത്തിൻ്റെ നീളവും വീതിയും 7:4 എന്ന അംശബന്ധത്തിലാണ്. നീളം വീതിയേക്കാൾ 15 മീറ്റർ കൂടുതലാണെങ്കിൽ അതിൻ്റെ നീളം എത്ര? എത്രയായിരുന്നു? 35 ആൻസർ. ഒറ്റയാനെ കണ്ടെത്തുക. ചെയ്തൊക്കെ ആൻസർ ഓപ്ഷൻ ഡി. 13/40ൻ്റെ ദശാംശ രൂപം. എങ്ങനെയാ? 13നെ 40 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്നത് 4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും മതി, പോയിന്റ് ഇട്ട് കൊടുത്താൽ മതി. 0.325 ആണ് ആൻസർ. ഒരു സമഭുജ ത്രികോണ സ്തംഭത്തിൻ്റെ പാദ ചുറ്റളവ് 15 സെൻറ്റിമീറ്റർ, ഉയരം 5 സെൻറ്റിമീറ്റർ ആയാൽ വ്യാപ്തം എത്രയാണ്? √3a²/4 അല്ലേ? 325 √3/4 ആൻസർ. ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്രയായിരിക്കും? 105 ഡിഗ്രി ആയിരിക്കും. 0.125 ഏത് എണ്ണൽ സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 0.125 കിട്ടുന്നത്? ആൻസർ 8.
ഒരു ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ എന്ന ഏകീകൃത വേഗതയിൽ നീങ്ങുന്നു. ആ ട്രെയിൻ 20 മിനിറ്റിനുള്ളിൽ എത്ര ദൂരം സഞ്ചരിക്കും? 25 ആണ് ആൻസർ. കണക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുക. അവനെ ഇപ്പം ജസ്റ്റ് ആൻസർ പറഞ്ഞു പോയതേ ഉള്ളേ. ഏത് സമയത്തിലും വശത്തിൻ്റെ നീളവും ചുറ്റളവും തമ്മിലുള്ള അനുപാതം എന്ന് പറയുന്നത് 1:4 ആയിരിക്കും. ഇംഗ്ലീഷിന് വേറൊരു വീഡിയോയിൽ നോക്കാം. താങ്ക് യു.